നമ്മുടെ നാട്ടിൽ ഒത്തിരി സ്കൂളുകളുണ്ട്. എന്നാൽ വ്യത്യസ്തമായ ഒരു സ്കൂൾ അന്തരീക്ഷത്തിലുമാണ് നാം ഇപ്പോൾ. വിദ്യാഭ്യാസം പഠനത്തിൽ മാത്രം ഒതുങ്ങിയിരുന്നത് പഴങ്കഥ ആവുകയാണ് ഇവിടെ. തിരുവനന്തപുരം ജില്ലയിൽ കല്ലറ, പാങ്ങോട്, പഴവിള KVUPS കുറിച്ച് പറയാനും കാണാനും ഒട്ടേറെയാണ്. ഒരു നേർക്കാഴ്ചയിലൂടെ നമുക്ക് കടന്നു പോകാം. ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻ മുന്നിൽ, ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണേ ഭൂവിന് കാരണനായുള്ള തമ്പുരാനെ. അച്ഛനും അമ്മയുമെന്തു പറഞ്ഞാലും അക്ഷരം തെറ്റാതനുസരിച്ചും ഉള്ളിൽ വെളിച്ചം പരത്തും ഗുരുവിനെ ഉണ്മയിൽ സ്നേഹിച്ചും ആദരിച്ചും. കലയും ശാസ്ത്രവും കായികവും സാഹിത്യവും ഇവിടത്തെ കുട്ടികൾക്ക് പുതിയൊരു പന്താവ് വെട്ടിത്തെളിക്കുകയാണ്. പാഠ്യപ്രവർത്തനങ്ങളും പാഠ്യേതര പ്രവർത്തനങ്ങളും ഞങ്ങൾ ഒരുപോലെ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം കുട്ടികളുടെ ഈ പഠന പ്രവർത്തനങ്ങളെ വളരെയധികം സഹായിക്കുന്നതാണ് പാഠ്യേതര പ്രവർത്തനങ്ങൾ. പാഠഭാഗങ്ങളുള്ളത് മാത്രം പഠിച്ചുകൊണ്ട് കുട്ടി പൂർണ്ണമായ വിദ്യാഭ്യാസം എത്തുന്നില്ല. കുട്ടിയുടെ വ്യക്തിത്വ വികാസത്തിന് മറ്റു ധാരാളം ആക്ടിവിറ്റികൾ, ഒരു വേദിയിലെത്തുന്നതിന് അല്ലെങ്കിൽ മറ്റു പരിപാടികൾ അവതരിപ്പിക്കുന്നതിന്, വിവിധ കാര്യങ്ങൾ ചെയ്യുന്നതിന് അത്തരം സാങ്കേതിക പരിജ്ഞാനവും ഒക്കെ ലഭിക്കുമ്പോഴാണ് വിദ്യാഭ്യാസം പൂർണ്ണമാകുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പഠന പ്രവർത്തനങ്ങൾ ക്ലാസ്സുകളിൽ മെച്ചപ്പെട്ട ക്ലാസ് നൽകുന്നതോടൊപ്പം തന്നെ അവർക്ക് പാഠ്യേതര പ്രവർത്തനങ്ങൾ, ഏകദേശം 15ഓളം ക്ലബ്ബുകൾ, സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് മുതൽ ഫിലാറ്റലിക് ക്ലബ്ബ് വരെയുള്ള 15ഓളം ക്ലബ്ബുകൾ ചിട്ടയായി പ്രവർത്തിക്കുന്നുണ്ട്. ഈ ക്ലബ്ബിന് ആഴ്ചയിൽ ഒരു ദിവസം ഒരു പീരീഡ് മാറ്റിവെച്ചിട്ടുണ്ട്. ആ പീരീഡ് എല്ലാ ക്ലബ്ബുകളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു, ഒരുമിച്ച് കൂടുകയും ചെയ്യുന്നു. കൃത്യമായ ഇയർ പ്ലാൻ ക്ലബ്ബുകൾക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാ കുട്ടികളും ഏതെങ്കിലും ഒരു ക്ലബ്ബിൽ മുഴുവൻ കുട്ടികളും അംഗമായിരിക്കണം എന്നൊരു നിബന്ധനയുണ്ട്. ആഴ്ചയുടെ ആദ്യം തന്നെ, സ്കൂൾ പ്രവർത്തിക്കുന്ന ജൂൺ മാസത്തിന് ആദ്യ ദിവസങ്ങളിൽ തന്നെ അത് ചെയ്യിക്കുകയും കുട്ടികളെ ക്ലബ്ബിൽ അംഗമാക്കുകയും ചെയ്യുന്നുണ്ട്. മംഗളം വന്ദനവായി നാരികൾ മംഗളം വീന്തിടലായി, നാരികൾ മംഗളം വീന്തിടലായി. മക്കാ ഖുറൈശോരിൽ ചൊങ്കേറും ബീവി, സന്തോഷം കൊണ്ടാടും ചിങ്കാരി. പൊങ്കമശീതകളും പൊന്തല തിങ്ങും വിശേഷമിലും, പൊങ്കമശീതകളും പൊന്തള തിങ്ങും വിശേഷമിലും. മങ്കമോരാസിയ മറിയം ഹുറാനികളും മൊഞ്ചോടെ ബീവി ഖദീജ സുറൂറിലേറും ഖൈറുകളും വരവായി വാനമിൽ മർഹബയെ കിടലായി, ഖൈറുകളും വരവായി വാനമിൽ മർഹബയെ കിടലായി. അങ്ങനെ ക്ലബ്ബുകളുടെ ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ ഓരോ കുട്ടികൾക്കും അവർ താല്പര്യമുള്ള ക്ലബ്ബിൽ ചേർന്ന് പ്രവർത്തിക്കുന്ന അവസരം ലഭിക്കുന്നു. ഒപ്പം തന്നെ കരാട്ടെ, യോഗ, സൈക്ലിംഗ് ഇതൊക്കെ നമ്മൾ കുട്ടികളെ അഭ്യസിക്കുന്നുണ്ട്. പ്രധാന പെൺകുട്ടികളെ ലക്ഷ്യമാക്കിയാണ് കരാട്ടയും സൈക്ലിംഗ് മറ്റും ചെയ്യുന്നത്. കുട്ടികളുടെ ആത്മവിശ്വാസം ഉണ്ടാക്കുന്നതിനും അവരിലെ കൂടുതൽ വ്യക്തിത്വ വികാസത്തിനും ഒക്കെ ഇത്തരം ആക്ടിവിറ്റീസ് സഹായിക്കുമെന്ന് ഞങ്ങൾ അനുഭവത്തിലൂടെ മനസ്സിലായിട്ടുണ്ട്. അതുപോലെ ഈ ക്ലബ്ബുകളെ കണക്ട് ചെയ്തുകൊണ്ട് വിവിധ ക്ലാസ്സുകളുടെ ലീഡർമാർ, ക്ലബിൻ്റെ ലീഡർമാർ കണക്ട് ചെയ്തുകൊണ്ട് സ്കൂൾ പാർലമെന്റ് പ്രവർത്തിക്കുന്നുണ്ട്. സ്കൂളിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അവർക്ക് വിവിധ മന്ത്രിമാരെ തിരഞ്ഞെടുത്തിട്ട് പ്രവർത്തിക്കാവുന്ന വിവിധ പ്രവർത്തനങ്ങൾ തയ്യാറാക്കിയ ഒരു കൃത്യമായൊരു പ്ലാനിങ് അവർക്കുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം മന്ത്രിസഭ കൂടുകയും 15 ദിവസം ഒരിക്കൽ സ്കൂൾ പാർലമെന്റ് കൂടുകയും ചെയ്തു. ക്ലാസ് റൂമുകളിലെ പഠനം എന്നതിലുപരി കുട്ടികളെ 7 പീരീഡ് ക്ലാസ്സിൽ നിന്ന് പഠിക്കുന്ന കുട്ടിക്കുണ്ടാകുന്ന മാനസികമായ ബുദ്ധിമുട്ടുകൾ നമുക്ക് മനസ്സിലാക്കാവുന്നത്. അതുകൊണ്ട് തന്നെ നിശ്ചിത പീരീഡ് അവരെ ക്ലാസ്സിന് പുറത്തേക്ക് കൊണ്ടുവരികയും മരച്ചുവടുകളിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള, നമുക്ക് സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള ലൈബ്രറിയും അനുബന്ധിച്ചൊരു പാർക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ പാർക്കിൽ തന്നെ വിവിധ ഇടങ്ങളിൽ കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാൻ, ഓരോ ക്ലാസ്സിൽ കുട്ടികൾ ഇരിക്കാൻ കഴിയുന്ന സ്ഥലങ്ങളുണ്ട്. അത്തരം സ്ഥലങ്ങളിൽ കുട്ടികളെ കൊണ്ട് ഇരുത്തി അവിടെ തന്നെ ഇരുന്ന് പഠിക്കാനും ചെയ്തു പഠിക്കാനുമുള്ള അവസരം അവർക്ക് കൊടുക്കുന്നുണ്ട്.
ഗ്രാമീണ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്കൂളിലെ കുട്ടികൾ സമ്മാനങ്ങൾ വാരിക്കൂട്ടുമ്പോൾ പട്ടണങ്ങളിലെ ഉന്നത സ്കൂളുകളിലെ അധ്യാപകരും രക്ഷിതാക്കളും ഒത്തിരി പണം ചെലവാക്കി മത്സരത്തിന് തയ്യാറെടുപ്പിക്കുമ്പോൾ പഴവിള KV UPSലെ കുട്ടികൾ നേടുന്ന ഈ സമ്മാനങ്ങൾക്ക് സ്വർണ്ണ തിളക്കമാണ്. മുമ്പേ താല്പര്യമായിരുന്നു, കാണാറുണ്ടായിരുന്നു. അപ്പോൾ കണ്ടതിൽ നിന്നാണ് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പഠിച്ചിട്ട് തന്നെയാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. പഠിത്തം കഴിഞ്ഞുള്ള സമയങ്ങളിലാണ്. ഇടയ്ക്ക് സാറ്റർഡേ ഒക്കെ വിളിക്കും. ഞങ്ങൾ ഉൾപ്പെടെ ഉള്ളവർ തന്നെ, ഞങ്ങൾ സ്കൂളിൽ നിന്നുള്ളവർ തന്നെ, പുറത്തു നിന്ന് ആരും സഹായത്തിനില്ല. അല്ലാതെ ഞങ്ങൾ അവരുടെ പാരൻസ് ഇവിടെ ഉണ്ട്, അവരോട് ഉൾപ്പെടുത്തി തന്നെയാണ് പഠിപ്പിക്കുന്നത്. നമ്മളിവിടെ യുവജനോത്സവം എന്ന് പറയുന്നത് തന്നെ ഒരു പ്രത്യേകത. ഓരോ ക്ലാസ്സിനെ വെച്ചാണ് മത്സരം നടത്തുന്നത്. ഓരോ ക്ലാസ്സിൽ നിന്നാണ്. അപ്പോൾ എല്ലാ കുട്ടികളും ഏതെങ്കിലും ഒരു ഐറ്റത്തിന് പങ്കെടുത്തിരിക്കും. അതിൽ നിന്ന് നമ്മൾ ഓരോന്ന് കാണുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റും ആരൊക്കെയാണ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നത്. അതിൽ നിന്നാണ് സെലക്ട് ചെയ്യുന്നത്. ടീച്ചർമാര് കലാസാഹിത്യത്തിലും പഠിത്തത്തിലും എല്ലാത്തിലും ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. ഡാൻസ്, നാടോടി നൃത്തം. നാമഗീതം പാടും ദക്ഷിണ കാവേരി ഓളങ്ങളിൽ തിരുവയ്യാറിൻ ഹൃദയ പരിമളം ശ്രീത്യാഗരാജ ചിന്താകുസുമ മക്കാത്തൊളിയിലെങ്കും മുത്താറ്റൽ ബീവി ഹക്കോത്ത ദൃപ്പങ്ങൾ പൂക്കും പുന്നാരി. ലൈബ്രറിയിലെ കുട്ടികളാണ് ലൈബ്രറി കൈകാര്യം ചെയ്യുന്നത്. ഓരോ ക്ലാസ്സിലും 2 കുട്ടികൾ ലൈബ്രറിയൻ ട്രെയിനിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ കുട്ടികൾ തന്നെ ലൈബ്രറി അവർക്കൊരു പീരീഡ് ആഴ്ചയിൽ ഉണ്ട്. ആ പീരീഡ് കുട്ടികളെ ലൈബ്രറിയിലേക്ക് കൊണ്ടുവരികയും അവർ തന്നെ പുസ്തകം എടുക്കുകയും കൊടുക്കുകയും തിരികെ വാങ്ങുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ലൈബ്രറി പ്രവർത്തനത്തിൽ ചെയ്തിരിക്കുന്നത്. അത് മോണിറ്റർ ചെയ്യുക മാത്രമായിരിക്കും ചുമതലയുള്ള അധ്യാപകന്റെ ഉത്തരവാദിത്തം. നമ്മൾ ഇക്കഴിഞ്ഞ വർഷമാണ് ഈ ലൈബ്രറി ആരംഭിച്ചിട്ടുള്ളത്. കല്ലറ പാങ്ങോട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ അവിസ്മരണീയമായ അധ്യായം കുറിച്ച ഒരു പ്രദേശമാണ്. ഈ പ്രദേശത്ത് സ്വാതന്ത്ര്യസമര സേനാനികൾക്ക് ഉചിതമായൊരു സ്മാരകം നിർമ്മിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരുടെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ വിദ്യാലയം കേന്ദ്രീകരിച്ച് ഹെർക്കുലീസ് ഓപ്പൺ ലൈബ്രറി എന്ന പേരിൽ ഒരു ലൈബ്രറി സ്ഥാപിച്ചു. ഒപ്പം തന്നെ ഒരു പാർക്ക് കൂടി ചെയ്തിട്ടുണ്ട്. ഇരുന്ന് വായിക്കുന്നതിനും വിശ്രമിക്കുന്നതിനും കഴിയുന്നതാണ് ഈ പാർക്ക്. നമുക്കറിയാം, ഒരു കുട്ടി വളർന്നു വരുന്ന അന്തരീക്ഷമാണ് നാളെ ഒരു മുതിർന്ന വ്യക്തിയായി മാറുമ്പോൾ അവനെ സ്വാധീനിക്കപ്പെടുന്നത്. ഒരു ദിവസം കൊണ്ടല്ല ഒരു വ്യക്തി ക്രിമിനലാകുന്നതും ഒരു വ്യക്തി അക്രമിയാകുന്നു അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധനാകുന്നു ഒരു ദിവസം കൊണ്ടല്ല. അവന്റെ കടന്നു വരുന്ന ഇന്നലകളെയാണ് അവനെ നാളുകളിൽ ആരാകണം എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ അവന്റെ വീട്ടിലെ അന്തരീക്ഷം, അവന്റെ സമൂഹത്തിന്റെ അന്തരീക്ഷം, അവന്റെ വിദ്യാലയത്തിന്റെ അന്തരീക്ഷം ഒക്കെ ഒരു വ്യക്തിയെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അത്തരം ഒരു സുന്ദരമായ അന്തരീക്ഷം വിദ്യാലയത്തിൽ ഒരുക്കുന്നതിന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള ഒരു പദ്ധതിയാണ് ബയോഡൈവേഴ്സിറ്റി, ജൈവ വൈവിധ്യ വിദ്യാലയം എന്നാണ് പദ്ധതിയുടെ പേര്. ഈ വിദ്യാലയത്തിനുള്ളിൽ തന്നെ എല്ലാത്തരം ചെടികൾ, വൃക്ഷങ്ങൾ, ഔഷധ സസ്യങ്ങൾ, മറ്റ് ജീവജാലങ്ങൾ, ജലസസ്യങ്ങൾ ഉൾപ്പെടെ മറ്റ് ജീവജാലങ്ങൾ ഇതിനുള്ളിൽ നമ്മൾ വളർത്തുന്നുണ്ട്. കോഴികൾ, അലങ്കാര പക്ഷികൾ, മുയൽ, ഇതെല്ലാം ഇതിനുള്ളിൽ നമ്മൾ വളർത്തുന്നു. ഇതൊക്കെ കുട്ടികൾ തന്നെ അതിനെ പരിപാലിക്കുന്നുണ്ട്. വിവിധ ക്ലബ്ബുകളുടെ ആഭിമുഖ്യത്തിൽ കുട്ടികളെ പരിശീലിക്കുകയും അവരെ സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതിനെയൊക്കെ ചെടി വളർത്തുകയും അതുപോലെ പക്ഷികളെയും മറ്റും വളർത്തുകയും ചെയ്യുന്ന കുട്ടിക്ക് അതിന്റെ സ്വഭാവവും അതുമായി ബന്ധപ്പെട്ടും വരുന്ന ഒരു കുട്ടിക്ക് ഒരിക്കലും നാളെ സാമൂഹ്യ വിരുദ്ധനായി മാറാൻ കഴിയില്ല എന്നാണ് ഞങ്ങൾ അനുഭവത്തിലൂടെ മനസ്സിലാക്കുന്നത്. ഇത്തരം അവസരങ്ങൾ കുട്ടികൾക്ക് ഒരുക്കി കൊടുക്കുന്നത് കുട്ടികളുടെ പഠന മികവിനും ഒപ്പം തന്നെ അവരുടെ സ്വഭാവ രൂപവൽക്കരണത്തിനും വളരെയധികം സഹായിക്കുമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ 15 വർഷമായിട്ട് ഈ വിദ്യാലയം കേന്ദ്രീകരിച്ചൊരു മേള നടക്കുന്നുണ്ട്. അത് എല്ലാ വർഷവും മാർച്ച് 31 വിദ്യാലയം മധ്യവേനൽ അവധിക്ക് അടയ്ക്കുന്ന അവസരത്തിലാണ് ഈ മേള ആരംഭിക്കുന്നത്. ഒരാഴ്ചക്കാലമാണ് നീണ്ടു നിൽക്കുന്നത്. പൂർവ്വ വിദ്യാർത്ഥികൾ, അതുപോലെ നിലവിലുള്ള വിദ്യാർത്ഥികൾ, രക്ഷകർത്താക്കൾ, അധ്യാപകർ, നാട്ടുകാർ എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു സാംസ്കാരിക മേളയാണത്. ഇതിൽ ഈ വിദ്യാലയത്തിലെ PTA ആണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. ഒപ്പം തന്നെ ഡെവലപ്മെന്റ് കമ്മിറ്റി, നാട്ടുകാരുടെ കമ്മിറ്റി ഇതെല്ലാം ചേർന്നുകൊണ്ട് വളരെ വൈവിധ്യമാർന്ന ഒരു മേളയാണ്. കാർഷിക വ്യവസായ മേള, എക്സിബിഷൻ, അമ്യൂസ്മെന്റ് പാർക്ക്, മുഴുവൻ സമയം സ്റ്റേജ് പ്രോഗ്രാം, ഇതെല്ലാം ഉൾക്കൊള്ളിക്കുന്ന ഒരു വിപുലമായൊരു പരിപാടി ഈ അടുത്ത പ്രദേശത്ത് നടക്കുന്ന ഏറ്റവും വലിയൊരു സാംസ്കാരിക മേളയായിട്ട് ഇത് മാറിയിട്ടുണ്ട്. ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്
വിവിധ ആഘോഷങ്ങൾ നാട്ടിലുണ്ട്. പള്ളികളിലും അമ്പലങ്ങളിലും ഒക്കെ വിവിധ ആഘോഷങ്ങൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റ് ആഘോഷങ്ങൾ നടക്കുമ്പോൾ അവിടെയൊക്കെ മനുഷ്യന് മാനസികമായ ഒരു ചേരിതിരിവ് ഉണ്ടാകുന്നു. എല്ലാവർക്കും സ്വതന്ത്രമായിട്ട് പങ്കെടുക്കാൻ കഴിയില്ല. അതിനേക്കാൾ ഉപരി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കേന്ദ്രീകരിച്ച് നടക്കുമ്പോൾ എല്ലാവർക്കും അതിൽ പങ്കെടുക്കുന്നതിനും ജാതിയും മതവും ഒക്കെ മാറ്റിവെച്ച് അവർക്ക് സ്വതന്ത്രമായി ആഘോഷിക്കുന്നതിനും കഴിയും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മുടെ കുട്ടികളെയും രക്ഷകർത്താക്കളെയും നാട്ടുകാരെയും എല്ലാം ലക്ഷ്യമാക്കിക്കൊണ്ട് ഇത്തരം ഒരു മേള നടക്കുന്നത്. അത് വളരെയധികം ജനകീയമായ ഒരു മേളയായിട്ട് മാറിയിട്ട് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഇത്തരം PTA നേതൃത്വം കൊടുത്തൊരു വിദ്യാലയത്തിൽ നടക്കുന്ന മേള സംസ്ഥാനത്ത് തന്നെ ആദ്യത്തേതാകും എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ.